അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ 8ാം ക്ലാസ് ഇംഗ്ലീഷിലെ 5ാമത്തെ ചാപ്റ്ററാണ്, യൂണിറ്റ് 2 ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസ് ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് നോക്കിയാൽ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസ് വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. He was called affectionately called Gabo. He was awarded the Neustadt International Prize for Literature in 1972 and the Nobel Prize for Literature in 1982. Marquez' first major work was the story of a shipwrecked sailor, which he wrote as a newspaper series in 1955. His best-known novels include 100 Years of Solitude, The Autumn of Petrarch, Love in the Time of Cholera. ഇതൊക്കെയാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസിനെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം ഒരു കൊളംബിയൻ നോവലിസ്റ്റാണ്. ഇനി ഈ കഥയെക്കുറിച്ചൊന്ന് നമ്മൾ നോക്കിയാൽ, ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ tells the saga of Luis Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. Clinging to a life raft without food and water, he survived 10 days on the open sea. What happened to Velasco and his shipmates? Read the following extract from the novella and find out what happened to him. What happened to them. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി പറയുന്നത് ഒരു കൂട്ടം നാവികരുടെ കഥയാണ്, ഒരു കൂട്ടം സെയിലേഴ്സിൻ്റെ കഥയാണ്. അതായത് അവരുടെ കപ്പൽ നടുക്കടലിൽ വെച്ച്, കരീബിയൻ സീയിൽ വെച്ച് വർക്ക് ചെയ്യുന്നു, അതായത് തകരുന്നു. അങ്ങനെ അവർ കടലിൽ വീഴുന്നു. അങ്ങനെ അവർ 10 ദിവസം അവിടെ ആഹാരവും വെള്ളമൊന്നും ഇല്ലാതെ ജീവിക്കുന്നതും അതിൻ്റെ രക്ഷപ്പെടുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ലൂയിസ് അലജാൻഡ്രോ വെലസ്കോയാണ് ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രം. അദ്ദേഹം ഒരു 20 വയസ്സുള്ള നാവികനാണ്. ഇനി നമുക്ക് കഥയിലോട്ട് പോവാം. My first impression was that I was utterly alone in the middle of the sea. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the moving crates and stupidly began to contemplate the sea. It was perfectly clear day, except for the choppy waves produced by the wind and the cargo shattered across the surface. There was no evidence of a shipwreck. അപ്പോൾ നമ്മുടെ ലൂയിസ് അലജാൻഡ്രോ വെലസ്കോ അല്ലെങ്കിൽ വെലസ്കോ ഇപ്പം വർക്ക് ചെയ്ത് കടലിലാണ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഫുള്ള് അദ്ദേഹം സീയുടെ നടുക്കാണ്, ഓഷൻ്റെ നടുക്കാണ്. ഷിപ്പെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്ത് ആ തകർന്ന ഷിപ്പിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. അപ്പം കുറേ നേരം എടുത്തു ഈ കാലാവസ്ഥ അവർക്ക് ഒന്ന് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ, എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണെന്നുള്ള ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി കുറച്ച് നേരം എടുത്തു. അവിടെ ക്ലിയർ വെതറാണ്, അതായത് ആ ഷിപ്പ് വർക്ക് ചെയ്തതിൻ്റെയോ കൊടുങ്കാറ്റടിച്ചതിൻ്റെ ഒരു ലക്ഷണങ്ങളുമില്ല, ക്ലിയർ വെതറാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആ കാർഗോ, ആ ഷിപ്പിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കടലിൽ അങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു എവിഡൻസും ഇല്ല ഷിപ്പ്‌റെക്കിൻ്റെ, അല്ലെങ്കിൽ ഷിപ്പ് തകർന്നതിൻ്റെ ഒരു എവിഡൻസും ഇല്ല. അതാണ് കഥ തുടങ്ങുമ്പോൾ ഉള്ള അവസ്ഥ. Soon I began to hear shouts nearby. Though the sharp whistling of wind, I recognized the voice of Julian Amador Carvalho, the tall, well-built officer who was yelling to someone, "Fatso, hold there." അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ബാക്കിയുള്ളവരുടെ സൗണ്ട്, അതായത് കൂടെ ക്രൂവിലുണ്ടായിരുന്നവരുടെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പം ആദ്യം ഞാൻ റെക്കഗ്നൈസ് ചെയ്ത വോയിസ് ജൂലിയോ അമാഡോർ കാരബെല്ലോ എന്ന് പറയുന്ന ഒരാളുടെ വോയിസാണ് ഞാൻ ആദ്യം കേട്ടത്. അപ്പോൾ അദ്ദേഹം ഒരു ഭയങ്കര ഉയരമൊക്കെ ഉള്ള ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നാവികനാണ്, ഓഫീസറാണ്. അപ്പോൾ അയാൾ ആരുടെ വിളിച്ച് പറയുന്നുണ്ട്, "ഫാത്സോ ഹോൾഡ് ഹിയർ." ആ ഒരിടത്തോ എന്തിലോ പിടിക്കാനൊക്കെ പറയുന്നുണ്ട്. In the second paragraph, it was as if in that instant I had awakened from a moment's deep sleep. It dawned on me that I wasn't alone in the sea. There, only a few meters away, my mates were shouting to one another and trying to stay afloat. Quickly I began to think. I could not see in just any direction. I know we were about 50 miles from Cartagena, but I was not yet frightened. For a moment, I thought I could hold onto the crate indefinitely until help arrived. It was reassuring to know that all around me, other sailors were in the same predicament. That was when I saw the raft. അപ്പോൾ ഈ സെക്കൻഡ് പാസേജ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ നമ്മുടെ വെലസ്കോ ഉറക്കത്തിൽ നിന്ന് എണീച്ചു എന്നാണ് പറയുന്നത്. അതായത് വെലസ്കോക്ക് ഇപ്പോഴാണ് ഒന്ന് ബോധം തെളിഞ്ഞത്. കാരണം ചുറ്റും ആളൊക്കെ ഉണ്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. കാരണം ആ വീഴ്ചയിൽ, അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഈ സെൻസ് ചെയ്തെടുക്കാനുള്ള കഴിവൊക്കെ നശിച്ചു. കാരണം
ഈ പെട്ടെന്നുള്ള ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഈ ചുറ്റും നാവികരുണ്ടെന്ന് വേറെ ആൾക്കാരുണ്ടെന്ന് നോക്കുക അദ്ദേഹം തിരിച്ചറിയുന്നത്. അവരൊക്കെ എന്താ ചുറ്റുമുള്ളവരൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിന് മണ്ടേ പൊങ്ങി കിടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ അയാളെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇനി ഒരു 50 മൈലുണ്ട് അടുത്ത പട്ടണത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ആ കരയിലേക്ക് ഒരു 50 മൈൽ ദൂരമുണ്ട്. അത്രയും ദൂരം നീന്താൻ പറ്റുമോ? അങ്ങനെയുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തെ പേടിപ്പിച്ചില്ല. കാരണം അതിനൊന്നും ചിന്തിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ഇപ്പോൾ അവരുടെ ഏക ചിന്ത എന്താ? വെള്ളത്തിന് വേണ്ടേ പൊങ്ങിക്കിടക്കണം. ഒരു നിമിഷത്തേക്ക് അയാൾ ചിന്തിച്ചു, വെലസ്കോ ചിന്തിച്ചു, എന്ത് ഇൻഡെഫിനിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിലും വെലസ്കോയ്ക്ക് ഇങ്ങനെ വെള്ളത്തിന് വേണ്ടേ പൊങ്ങിക്കിടക്കാമെന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം അദ്ദേഹം മാത്രമല്ല, വെലസ്കോ മാത്രമല്ല, ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് നാവികർ ഇതേ പ്രശ്നമായിട്ട് ഇരിക്കുന്നുണ്ട്. There were 2 life rafts about 7 meters apart. They appeared unexpectedly on the crest of a wave near where my mates were calling out. It seemed odd that none of them could reach the life rafts. In an instant, one of the rafts disappeared from view. I could not decide. I found myself swimming towards the one I could see, which was moving farther away from me. I swam about 3 minutes. I lost sight of the raft momentarily, but I was careful not to lose my bearings. Suddenly, a rough wave pushed the raft alongside me. It was huge, white, and empty. I struggled to grab the rigging and jump abroad. I made it on the 3rd try. Once on the raft, painting wiped by wind, immobilized and freezing, I found it hard to sit up. Then I saw 3 of my mates near the raft trying to reach it. ഈ പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? 2 ലൈഫ് സേവിങ് റാഫ്റ്റ്സ്, അതായത് ഈ രക്ഷാ ബോട്ടുകളെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഷിപ്പിൻ്റെ, അതൊക്കെ പ്രത്യക്ഷപ്പെട്ട 2 എണ്ണം. പെട്ടെന്ന് എല്ലാവരും അതിനകത്തോട്ട് 7 മീറ്റർ ദൂരെയാണ് ഇത് കണ്ടത്. അപ്പോൾ എല്ലാവരും അതിനകത്തോട്ട് അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പം പെട്ടെന്നൊരു തിരയിൽ ഒരെണ്ണം നഷ്ടമായി, ഒരെണ്ണം കാണാനില്ല. അപ്പം മറ്റേതിലോട്ട് ഈ വെലസ്കോയും സ്വയമേവ പോവുകയാണ്. അയാൾ പോകണമെന്ന് ചിന്തിച്ചല്ല പോകുന്നത്, പക്ഷേ സ്വയമേവ ആക്ഷനായിട്ട് അങ്ങ് പോവുകയാണ്. പോകും തോറും ഇത് അവരിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു തിരയിൽ അത് തിരിച്ച് വെലസ്കോയുടെ അടുത്തോട്ട് വന്നു. അങ്ങനെ വെലസ്കോ അതിൽ കയറാൻ ശ്രമിച്ച് 3ാമത്തെ ട്രയൽ അദ്ദേഹം അവിടെ കയറിയ ശേഷം ഒന്ന് സെറ്റിലായി ഇരിക്കുന്നത് ശേഷം അദ്ദേഹം എന്താ കണ്ട 3 പേര്, വേറൊരു ക്രൂവിലുള്ള 3 പേര് ഈ ബോട്ടിൻ്റെ അടുത്തോട്ട് എത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സഹായത്തിന് വിളിക്കുന്നു. 4th passage. I recognized them immediately. Caslow had a firm grip around Caravello's neck. Caravello, who had been on watch when the accident occurred, was wearing his life jacket. He yelled, "Hold on tight, Castillo." They floated amid and scattered cargo about 10 meters away. അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചു? ഇദ്ദേഹം ശ്രമിച്ചു, നമ്മുടെ വെലസ്കോ ശ്രമിച്ചു. ആദ്യത്തെ ആൾ കാസ്റ്റിലോയും 2ാമത്തെ ആൾ കരവല്ലോയുമാണ്. കരവല്ലോയുടെ കഴുത്തിൽ കാസ്റ്റിലോ പിടിച്ചേക്കാണ്. അപ്പം ഇവർ 2 പേരും, അപ്പോൾ കാസ്റ്റിലോയുടെ കരവല്ലോ വിളിച്ച് പറയുന്നുണ്ട്, ടൈറ്റായിട്ട് പിടിച്ചോ, മീൻസ് അത് ലൂസായാൽ ചിലപ്പോൾ അദ്ദേഹം വെള്ളത്തിൽപ്പെട്ട് പോവാം. അങ്ങനെ അവർ 2 പേരും കൂടെ രക്ഷപ്പെടാൻ ഒരു 10 മീറ്റർ അകലെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ അതർ സൈഡ് വാസ് ലൂയിസ് റെനഗിഫോ, trying to stay above the water with his headphones aloft in his right hand. He had stripped off his shirt so that he could swim better, but he had lost his life jacket. Even if I hadn't seen him, I would have recognized his cry, "Fatso, paddle over here." 2ാമത്തെ സൈഡിൽ ആരാ? ലൂയിസ് റെനഗിഫോ എന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ ഒരു കയ്യിൽ ഹെഡ്ഫോൺ വെച്ച് പൊക്കി പിടിച്ച് വെള്ളത്തിന് മണ്ടേ ഉയർന്നു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്, ഷർട്ടൊക്കെ സ്ട്രിപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? കൂടുതൽ നല്ലോണം സ്വിം ചെയ്യാം. അപ്പം അദ്ദേഹവും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. I quickly grabbed the oars and tried to get closer to the man. Carabello, with Castillo clinging to his neck, neared the raft. Much further away, looking small and desolate, was the 4th of my mates, Ramon Herrera, who was waving at me while he held on a crate. ഇവർ 3 പേരെയും കണ്ടു. 4ാമത്തെ ആളാരാ? 4ാമത്തെ ആളെന്ന് പറയുന്നത് രമൺ ഹെരേരയാണ്. അദ്ദേഹം കുറച്ച് ദൂരെ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അദ്ദേഹം ഈ കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട് ഹെൽപ്പിന്. If I had to decide, I would have known which of my mates to go after first. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. But the life raft was almost 2 meters long. It was very heavy in such a lurching sea.
and I had to row against the wind. I don't think I managed to advance more than a meter. Desperate, I looked around once more and saw Herrera had disappeared. Only Renegifo was swimming confidently towards the raft. I was sure he would make it. I had heard his snoring below my bunk, and I convinced that his serenity was stronger than the sea. അപ്പോൾ ആദ്യം ഈ ഹെറേരയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ്. മീൻസ് അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഈ റാഫ്റ്റ് അങ്ങോട്ട് നീക്കാൻ ശ്രമിച്ചു. പക്ഷേ നല്ല കാറ്റുള്ളതുകൊണ്ട് ഈ കാറ്റിനെതിരായി പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് എത്താൻ സാധിച്ചില്ല. 1 മീറ്ററിനപ്പുറം എത്താൻ സാധിച്ചില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ റെനഗിഫോ അല്ല, നമ്മുടെ റമൺ ഹെറേറ ഡിസപ്പിയർഡായി. മീൻസ് വെള്ളത്തിനടിയിലായി. ഇപ്പോൾ നോക്കിയാൽ I don't know why I did this absurd thing. Knowing I could not move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. Renegifo, exhausted, paused a moment, then raised his arm, and then when he held his headphones aloft and shouted again, "Fatso, row here." ഈ റാഫ്റ്റ് നീക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ആങ്കർ ഇട്ടുകൊണ്ടിരിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നതല്ല ഈ റാഫ്റ്റ്. പക്ഷേ ഈ റെനഗിഫോ സ്വിം ചെയ്ത് വന്നിട്ട് വളരെ തളർന്ന് ഈ ഹെൽപ്പിന് കോൾ ചെയ്യണം. എന്തിന്? ഈ റാഫ്റ്റ് ഇങ്ങോട്ട് അടുപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് ചെയ്യാൻ, അങ്ങോട്ട് തുഴയാൻ. The wind was blowing from his direction. I yelled that I could not row against the wind, and then he shouted, "Make another try." The wind was blowing from his direction. I yelled that I could not row against the wind, that he should make another try. But I felt he hadn't heard me. The crates of cargo had disappeared, and the life raft danced from side to side. Battered by the waves, in an instant I saw 5 meters away from Renegifo and had lost sight of him. But he appeared in another spot, still not panicking, ducking underwater to prevent the waves from sweeping him away. I stood up, holding out the oar, hoping Renegifo could get close enough to reach it. But then I could see him. He was tiring, losing heart. He hauled to me again, singing, "Fatso, Fatso." അപ്പോൾ റെനഗിഫോയ്ക്ക് അടുത്തേക്ക് ഇദ്ദേഹത്തിന് നീന്താൻ പറ്റത്തില്ല, വെലസ്കോയ്ക്ക് നീങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? വിൻഡ് അവിടെ നിന്ന് അടിക്കുകയാണ്. വിൻഡിൻ്റെ എതിർക്ക് ഇദ്ദേഹത്തിന് നീന്താൻ പറ്റില്ല, റാഫ്റ്റ് തുഴയാൻ പറ്റില്ല. അതുകൊണ്ട് റെനഗിഫോ തന്നെ റാഫ്റ്റിൻ്റെ അടുത്തോട്ട് വരണമെന്നാണ് വെലസ്കോ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ കാറ്റ് എതിർ ഡയറക്ഷനെ ആയതുകൊണ്ട് വെലസ്കോ പറഞ്ഞത് റെനഗിഫോ കേട്ട് കാണത്തില്ല. പെട്ടെന്നാണ് ഒരു തിര വന്ന് റെനഗിഫോയെ മൂടി. പക്ഷേ അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ദൂരെ വീണ്ടും റെനഗിഫോയെ കണ്ടു. റെനഗിഫോ എപ്പോഴും കാമാണ്, കോയറ്റാണ്. തിര വരുമ്പോൾ അദ്ദേഹം താഴോട്ട് മുങ്ങും. തിര അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ജസ്റ്റ് മുങ്ങിയിരിക്കും. തിര മകളിലാണെങ്കിലല്ലേ തിര അടിച്ചുകൊണ്ട് പോകും, താഴോട്ട് മുങ്ങിയിരിക്കും. അങ്ങനെ രക്ഷപ്പെടാനുള്ള ഭയങ്കരമായിട്ടുള്ള അധിനിവേശം ഈ റെനഗിഫോ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്തത് വഴി അദ്ദേഹത്തിൻ്റെ എക്സോസ്റ്റഡായി, അതായത് അദ്ദേഹം തളർന്ന് അദ്ദേഹത്തിന് കൺട്രോൾ പോയി മുങ്ങാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഹെൽപ്പിന് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നു, "Fatso." I tried to row, but I was as hopeless as the first time. I made a last try so that Renegifo could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sank over less than 2 meters from the oar. അപ്പം കുറച്ച് നേരം മുമ്പ് വരെ രക്ഷപ്പെടാൻ ശ്രമിച്ച കൈകൾ, അല്ലെങ്കിൽ സഹായത്തിന് വിചലിച്ച കൈകൾ ഇപ്പോൾ ജസ്റ്റ് ആ ഹെഡ്ഫോൺ മാത്രം ഉയർത്തി വെച്ചിട്ട് മുങ്ങാൻ തുടങ്ങിയിരിക്കും. I don't know how long I stayed like that. Balancing in the raft, holding out the oar, I kept searching the water, hoping that someone would surface soon. But the sea was clear and the wind getting stronger. Below, against my shirt, like the howl of a dog, the cargo had disappeared. The mast, growing more distinct, proved that the small ship hadn't sunk. As I had first thought, I felt calm. I thought that one of my mates had managed to reach the other life raft. അപ്പോൾ കഥയുടെ ആദ്യത്തെ തുടക്കത്തിൽ കണ്ട അവസ്ഥ തന്നെയാണ് ഇപ്പം ആർക്കുണ്ടായിരിക്കുന്നത്, വെലസ്കോയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം ചുറ്റും ആരെയും കാണാനില്ല, എല്ലാവരും
ഡിസപ്പിയർ ആയിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ വെലസ്കോ നിൽക്കുന്നത്. അപ്പോൾ ചുറ്റും അദ്ദേഹം മേഡ്സിനെ അല്ലെങ്കിൽ കൂട്ടുകാരെ അന്വേഷിക്കുന്നുണ്ട്. There was no reason they should not have reached it. The rafts weren't provisioned. In fact, none of the life rafts of the small ship was outfitted. But there were 6 of them, apart from the rowboats and the whalers. It was reasonable to believe that some of my mates had reached on other life rafts as I had reached mine. And perhaps the destroyer was searching for us. 6 ലൈഫ് റാഫ്റ്റ് ഉണ്ടായിരുന്നു. 6 ജീവൻ രക്ഷാ ബോട്ടുകൾ ഉണ്ടായിരുന്നു ആ ഷിപ്പിൽ. അത് 6 ഏതിലെങ്കിലും എൻ്റെ മറ്റ് കൂട്ടുകാർ രക്ഷപ്പെട്ട് കാണുമെന്നാണ് വെലസ്കോ ചിന്തിക്കുന്നത്. അവർ മുങ്ങിപ്പോയെന്നല്ല വെലസ്കോ ചിന്തിക്കുന്നത്, വളരെ പോസിറ്റീവായിട്ട് വേറെ ഏതെങ്കിലും ബോട്ടിൽ അവർ കയറി കാണും എന്നാണ് വെലസ്കോ ചിന്തിക്കുന്നത്. വെരി സൂൺ ഐ വാസ് അവെയർ ഓഫ് ദ സൺ. ആസ് മിഡ് ഡേ സൺ, ഹോട്ട് ആൻഡ് മെറ്റാലിക്, സ്റ്റുപ്പിഫൈഡ്, നോട്ട് ഫുള്ളി റിക്കവേർഡ്, ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്. ഇറ്റ് വാസ് നൂൺ ഓൺ ദ ഡോട്ട്. കറക്റ്റ് സണ്ണ് വളരെ ഹോട്ടായിട്ട് അവിടെ കത്തി നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നേരെ കത്തി നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നൂണാണ്, അല്ലെങ്കിൽ കറക്റ്റ് ഉച്ചയാണ്. The last time Ranagifo had asked me the time on the small ship, it was 11:30. I had checked the time again and the disaster had not yet occurred. When I looked at my watch on the life raft, it was exactly noon. It had taken only 10 minutes for everything to happen for me, to reach the life raft and to try to rescue my shipmates, and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. I thought it would take them at least 2 or 3 hours to rescue me. അപ്പോൾ ലാസ്റ്റ് ഷിപ്പിൽ നിന്നപ്പോൾ റെനഗിഫോ പറഞ്ഞ സമയം 11:30. ഇപ്പോൾ ലൈഫ് റാഫ്റ്റ് വെച്ച് നമ്മുടെ വെലസ്കോ നോക്കിയ സമയം ഇപ്പോൾ 12 മണിയായി. അതായത് ഏകദേശം 10 മിനിറ്റിനിടയ്ക്കാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഈ 10 മിനിറ്റിനകത്താണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായതും അതുപോലെ തന്നെ ഇവരെല്ലാം കടലിൽ വീഴുന്നതും നമ്മുടെ വെലസ്കോ ലൈഫ് റാഫ്റ്റ് ആ ചങ്ങാടത്തിൽ കയറുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നോക്കുന്നത് എല്ലാം ഈ 10 മിനിറ്റിനകത്താണ്. അപ്പം അതിനുശേഷം ഈ MD സിയിൽ ആരെങ്കിലും, അതായത് ഈ എങ്ങും കാണാനില്ല, ഷിപ്പ് വൃക്കായ അല്ലെങ്കിൽ ഒരു കടൽ ആ കപ്പൽ തകർന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും കടലില്ല. ആ MD സിയിൽ റെസ്ക്യൂവേഴ്സ്, അതായത് രക്ഷാപ്രവർത്തകരെയും കാത്ത് ഏകദേശം 2-3 മണിക്കൂർ ഇരിക്കണമെന്ന് നമ്മുടെ വെലസ്കോ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അടുത്ത പാസേജ്. 2 or 3 hours I calculated. It seemed an extraordinary long time to be alone at sea, but I tried to resign myself to it. I had no food or water, and by 3 in the afternoon I would surely have searing thirst. The sun burned my head and my skin, which was dry and hardened by salt. Since I had lost my cap, I splashed water on my head and I just sat on the side of the raft waiting to be rescued. അപ്പം 2-3 മണിക്കൂറെന്ന് പറയുമ്പോൾ കടലിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ്. അതും ഈ ഫുഡോ വാട്ടറോ ഒന്നുമില്ല. പോരാഞ്ഞതിന് സൂര്യൻ കറക്റ്റ് നല്ല ചൂടിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വലിയൊരു ടാസ്ക്കായി മാറി. അതുമാത്രമല്ല, നമ്മുടെ വെലസ്കോയുടെ തൊപ്പി കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചൂടിനെ സഹിക്കാൻ വേണ്ടി തലയിൽ വെള്ളം കുടഞ്ഞിട്ട് അവിടെ ലൈഫ് റാഫ്റ്റിൻ്റെ അറ്റത്ത് പോയിരിക്കുകയാണ് വെലസ്കോ. ഇറ്റ് വാസ് ഓൺലി ദെൻ ദാറ്റ് ഐ ഫെൽറ്റ് ദ പെയിൻ ഇൻ മൈ റൈറ്റ് knee. The thick blue drill fabric of my trousers leg was wet, so I had a hard time rolling it up. But when I did, I was startled. I saw a deep half-moon shaped wound on the lower part of my knee. I didn't know if I had gashed it on the side of the ship, or if it had happened when I hit the water, for I didn't notice it until I was seated in the life raft. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water. Imagine. അപ്പോൾ ഈ സമയത്താണ് വെലസ്കോയുടെ റൈറ്റ് knee, വലത് കാൽമുട്ടിന് ഒരു വേദന അനുഭവപ്പെടുന്നത്. അത് മാത്രമല്ല, അവിടെ മൊത്തം നനഞ്ഞിരിക്കുന്നു. അങ്ങനെ അത് പാൻ ഇങ്ങനെ ചുരുട്ടി നോക്കിയപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ വലത്തെ മുട്ടിൻ്റെ താഴെ ഭാഗത്ത് ഒരു പകുതി ചന്ദ്രൻ്റെ ഷേപ്പ്, ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പിൽ ഒരു മുറിവ്. അതുമാത്രമല്ല, ഇപ്പോൾ അത് ബ്ലീഡിങ്ങോ വേറെ ഒന്നോ രക്തമൊന്നും വരുന്നില്ല. കാരണം ഈ ഉപ്പുവെള്ളം, ആ സീയിലെ സോൾട്ട് വാട്ടർ കാരണം ഇപ്പം അതുകൊണ്ടായിരിക്കാം വരാത്തതെന്ന് വെലസ്കോ ചിന്തിക്കുകയാണ്. അതുമാത്രമല്ല, അവിടെ നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുമുണ്ട്. അത് മാത്രമല്ല, ചോരയും ഒഴിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് വെലസ്കോയ്ക്ക് ഓർമ്മയില്ല. ഷിപ്പിലിടിച്ചാണോ അതാ വെള്ളത്തിൽ വീണപ്പോൾ എങ്ങനെയെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാണോ എന്നൊന്നും വെലസ്കോയ്ക്ക് അറിയില്ല. Uncertain as to what to do, I decided to make an inventory of my belongings. I wanted to figure out what I could count on in my solitude at sea. First of all, I could rely on my watch, which kept the perfect time.
and which I couldn't stop glancing at every 2 or 3 minutes. In addition, I had my gold ring, which I had brought in Cartagena the year before, and a chain with a medal of Virgin Caravan on it, also purchased in Cartagena from another sailor for 35 pesos. In my pocket, I had nothing but the keys to my locker on the small ship and 3 business cards I had been given at a store in Mobile one day in January when I had gone out shopping. Since I had nothing to do, I read the cards over and over to distract myself until I was rescued. അപ്പോൾ ഈ എന്തൊക്കെയുണ്ട്, തൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മുടെ വെലസ്കോ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയാണ്. ആദ്യം സമയം തെറ്റാത്ത ഒരു വാച്ച്, പിന്നെ ഒരു ഗോൾഡ് റിങ്ങും അതിൻ്റെ കൂടെ ഒരു മെഡലും ഉണ്ട്, വിർജിൻ ഓഫ് കാരമാൻ എന്ന് പറയുന്ന ഒരു മെഡൽ. അത് രണ്ടും കാർട്ടഗന എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ടൗൺ 50 മൈൽ അപ്പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, കാർട്ടഗന എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ പോക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഷിപ്പിൽ, ആ തകർന്ന ഷിപ്പിലെ തൻ്റെ സ്മോൾ ലോക്കർ, ആ ചെറിയ ആ ലോക്കറിൻ്റെ താക്കോലുകൾ, അതുപോലെ തന്നെ 3 വിസിറ്റിംഗ് കാർഡുകൾ, ഷോപ്പിങ്ങിന് പോയപ്പോഴോ മറ്റോ കിട്ടിയ 3 വിസിറ്റിംഗ് കാർഡുകൾ മാത്രമാണ് വെലസ്കോയുടെ കയ്യിരുന്നത്. അപ്പോൾ വെലസ്കോ ഈ സമയം കളയാൻ വേണ്ടി ഈ 3 വിസിറ്റിംഗ് കാർഡ് വീണ്ടും വായിച്ചുകൊണ്ടിരുന്നത്. ഏതുവരെ ആ റെസ്ക്യൂർ ആരെങ്കിലും രക്ഷാപ്രവർത്തകർ വന്ന് രക്ഷിക്കുന്നത് വരെ.